അപ്പോസ്തല പ്രവർത്തനം 20:28. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കണം കേട്ടോ. അജഗണം എന്ന് വെച്ചാൽ ആട്ടിൻകൂട്ടം. നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ നിങ്ങളെയും ആ അജഗണം മുഴുവനെയും കുറിച്ച് നിങ്ങൾ ജാഗരൂകരാകണം കേട്ടോ. നിങ്ങൾ ഓരോ വ്യക്തികൾ, ഇന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഓരോ ദൈവമക്കളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരാണെന്ന് ഞാൻ പറയും. അത് മകനായിക്കോട്ടെ, അത് മരുമകളായിക്കോട്ടെ, അത് അപ്പനായിക്കോട്ടെ, അത് അമ്മയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷകരാണ് നിങ്ങൾ, പ്രിയപ്പെട്ടവരെ. അതാ കർത്താവ് പറഞ്ഞ്, നിങ്ങളെയും അജഗണം മുഴുവനെയും കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണം. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ, നിങ്ങളായിരിക്കുന്ന ആ കുടുംബത്തെ ദൈവം നേടിയെടുത്തതാ. യേശുക്രിസ്തു നേടിയെടുത്ത സ്വന്തം രക്തം കൊടുത്ത് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചത് കണ്ടോ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നിയോഗിച്ച് ഇന്ന് ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഓരോ പൊന്നുമക്കളെയും അവരുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള, അതെങ്ങനെ രക്ഷിക്കുക, ജോലി ചെയ്ത് കുടുംബം പോറ്റുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മറിച്ച് നിങ്ങൾ ആത്മീയമായ ഒരു വേട്ടക്കാരനെ പോലെ നിന്ന് പിശാചിനെതിരെ യുദ്ധം ചെയ്യുന്ന, സാത്താനെതിരെ പടവെട്ടുന്ന, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാരോട് ഇതാ പടവെട്ടുന്ന ദൈവത്തിൻ്റെ ആയുധമണിഞ്ഞ ഒരു അഭിഷേകമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ ഗ്രൂപ്പിലായിരിക്കുന്നത്. നിങ്ങളെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരാണ് നിങ്ങൾ, പ്രിയമക്കളെ. അജഗണെ മുഴുവനെയും കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണം. സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്ന ചിലർ നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ദൈവം പറയുന്നത് ഇന്ന് അങ്ങനെ നടക്കുന്നുണ്ടെന്നേ പല സ്ഥലത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ സഹിച്ചാലും നിങ്ങൾ മറ്റുള്ളവരെ സഹനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു വ്യക്തി, നിങ്ങളുടെ കുടുംബത്തിൽ നമ്മളൊരു വ്യക്തി ക്ഷമയുള്ള വ്യക്തിയായിരിക്കണം. നമ്മളൊരു വ്യക്തി മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. നമ്മളൊരു വ്യക്തി ദൈവസ്നേഹത്താൽ നിറഞ്ഞ വ്യക്തിയായിരിക്കണം. നമ്മളൊരു വ്യക്തി കർത്താവിൻ്റെ കരുണ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയായിരിക്കണം. നമ്മളൊരു വ്യക്തി ആ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കണം. കാരണം നീ ഇതാ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുകയാണ് നിൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ. നിങ്ങൾ തളരരുത് കേട്ടോ. നിങ്ങൾ അശ്രദ്ധരാകരുത്. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ പുരപ്പുറം ചോരും എന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉടമസ്ഥരാണ്, പ്രിയപ്പെട്ടവരെ. ആധാരം നിങ്ങളുടെ പേരിലാണെന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. ആ വസ്തുവകകളെല്ലാം നിങ്ങളുടെ പേരിലാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൃപയുള്ളവരാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ജ്ഞാനമുള്ളവരാ, നിങ്ങൾ ഒത്തിരി അഭിഷേകമുള്ളവരാ. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കാനുള്ള വ്യക്തി. പരിശുദ്ധാത്മാവ് നിയോഗിച്ചത് നിങ്ങളെയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങൾ നിങ്ങളെയും അജഗണം മുഴുവനെയും കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണം കേട്ടോ. നിങ്ങൾ ആശ്വാസം പകരണം. അത് മകളായിക്കോട്ടെ, മകനായിക്കോട്ടെ, മരുമോളോ മരുമോനായിക്കോട്ടെ, നിങ്ങൾ ആശ്വാസം പകരണം. നിൻ്റെ പ്രായക്കുറവിനെക്കുറിച്ച് ഒന്നും നീ ചിന്തിക്കേണ്ട. നീ ഭാര്യയാണോ ഭർത്താവിന് ആശ്വാസം പകരണോ എന്നുള്ള ഒന്നും ചിന്തിക്കേണ്ട. നിന്നെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്നെ പരിശുദ്ധാത്മാവ് ഭാരമേൽപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയ നിൻ്റെ മറ്റുള്ളവരെ, നിന്നെയും നിൻ്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ പരിപാലിക്കേണ്ട ഒരു കടമ നിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ തളരാൻ പാടില്ല. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ പുരപ്പുറം ചോരും. നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ വീണ് കിടക്കാൻ പാടില്ല. നമ്മൾ അസ്വസ്ഥരാകാൻ പാടില്ല. നമ്മൾ ഈ സഹനം വരുമ്പോൾ അയ്യോ പത്തേന്നും പറഞ്ഞിട്ട് നമ്മൾ വേദനിക്കാൻ പാടില്ല. ധൈര്യം അവലംബിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയ്ക്കുക. എന്നിട്ട് ദൈവമക്കളെ, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒഴുകും.
അത് സത്യമാണ്. ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നത് പോലെ നിങ്ങൾ ചെറുതോ വലുതോ പ്രായമുള്ളവരോ പ്രായമില്ലാത്തവരോ ആരും ആയിക്കോട്ടെ, നിങ്ങളിൽ നിന്ന് ദൈവകൃപ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകും. പ്രിയജനമേ, ഇന്ന് കർത്താവ് തരുന്ന ആദ്യത്തെ ഒരു മെസ്സേജായത്. ഈ ഒരു തിരുവചനം അങ്ങോട്ട് ഉള്ളിൽ സ്വീകരിച്ച് നമ്മെ ശക്തിപ്പെടുത്തും ദൈവം. ഇപ്പം തന്നെ നമ്മെ അനുഗ്രഹിക്കും. പൊന്നുമക്കളെ, കർത്താവ് ഈ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. ഇന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എൻ്റെ ഉള്ളിൽ ഈശോ തരുന്നൊരു പ്രേരണയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്നേക്കാൾ ഒത്തിരി നല്ലവരാണ് നിങ്ങൾ, എന്നേക്കാൾ വിശുദ്ധരാ. ഇന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളവർ എല്ലാവിധ ആക്ടിവിറ്റീസും മാറ്റിവെച്ച് ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ആ കൃപയിലായിരിക്കാനും ഇന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, കർത്താവിൻ്റെ സ്നേഹഭാചനങ്ങളെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ ദുഃഖിച്ചിരിക്കരുത്, നമ്മൾ തളർന്നിരിക്കരുത്, നമ്മൾ അവശരായിട്ടിരിക്കരുത്. നമ്മളിലൂടെ മറ്റുള്ളവർ കൃപയൊഴുകണം. നമ്മളിൽ നിന്ന് ദൈവകൃപ ജീവജലത്തിൻ്റെ അരുവിയായിട്ട് എല്ലാവരിലേക്കും ഒഴുകും. ആ ഒരു കൃപ നമ്മിൽ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി എല്ലാവരും കരങ്ങൾ തുറന്നു വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മൗനമായിട്ട് എല്ലാവരും മൗനമായിട്ട് പ്രാർത്ഥിക്കട്ടെ. അകതാരിൽ ഉണർവിൻ്റെ പനിനീര് തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിധി ഫലമേകുവാനായി അനുസ്യൂതം ഒഴുകി വരൂ. കൈകൂപ്പിക്ക് ശിരസൽപ്പം നമിച്ച് പിടിച്ച്, എൻ്റെ മോള് സങ്കടത്തിലിരിക്കാൻ പാടില്ല കേട്ടോ, എൻ്റെ മോൻ ദുഃഖിച്ചിരിക്കാൻ പാടില്ല. ദൈവം പറയുക, എൻ്റെ മക്കൾ തളരാൻ പാടില്ല. നീ മറ്റുള്ളവർക്ക് ശക്തി കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ നിയോഗിച്ചിട്ടുണ്ട്. നീ തളരരുത്. നീ മറ്റുള്ളവരെ പോലെ വേദനിച്ചിരിക്കരുത്. വിശ്വാസമില്ലാത്ത ചില ദൈവമക്കളെ പോലെ നീ തളരാൻ പാടില്ല. നന്ദി പറയട്ടെ. നിനക്കറിയാമല്ലോ ഇതിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിക്കുമെന്ന്, ഈ സങ്കടത്തിൻ്റെ പിന്നിൽ കർത്താവുണ്ടെന്ന്, ഈ വേദനയുടെ പിന്നിൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് നീ പഠിച്ചിട്ടുണ്ടല്ലോ മുൻപും. നീ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ സ്നേഹം. ഇപ്പം എന്താ പറ്റിയ നിനക്ക്? ഇപ്പം എന്താ നിൻ്റെ മനസ്സ് തളർന്നു പോയോ? ഇപ്പോൾ സങ്കടം വരട്ടിച്ചോ? നീ മറ്റുള്ളവരെക്കാൾ അസ്വസ്ഥരായോ? നന്ദി പറയട്ടെ കർത്താവിന്. അസ്വസ്ഥതകളെല്ലാം മാറട്ടെ. നിൻ്റെ ഈശോയെ നീ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞ് പറയട്ടെ, എൻ്റെ മനസ്സ് തളരാട്ട ദൈവമേ, എൻ്റെ ശക്തി ചോർന്നു പോവാട്ട കർത്താവേ, എന്നെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. മക്കളെക്കുറിച്ചുള്ള വേദനയൊക്കെ നീ ഏറ്റെടുക്കണേ. ഒതുക്കി വെച്ച ദുഃഖത്തിൻ്റെ കെട്ടുകൾ കണ്ണുനീരായിട്ട് ഒഴുകിപ്പോകട്ടെ ദൈവമേ. വിശ്വാസം കുറഞ്ഞല്ലോ എന്നോർത്ത് ഭയപ്പെടുന്ന ആദിയെടുത്തിരിക്കുന്ന വ്യക്തികളെ നീ ഇപ്പോൾ സ്പർശിക്കുക കർത്താവേ. വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവമേ. നീ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണേ. നിൻ്റെ ഹൃദയത്തിനുള്ളിൽ ഞങ്ങളെ ഒളിപ്പിക്കണേ കർത്താവേ. പ്രാർത്ഥിച്ച മകളെ, കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞോ. സങ്കടങ്ങൾ മാറിപ്പോകട്ടെ, ഉത്കണ്ഠകളെല്ലാം വിട്ടുപോകട്ടെ. ജീവിത ക്ലേശങ്ങൾ നന്മയാക്കി മാറ്റട്ടെ നിൻ്റെ കർത്താവ്. നിൻ്റെ ഈശോയെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. നിൻ്റെ കർത്താവിനെ സ്നേഹത്തോടെ ഒന്ന് നോക്കട്ടെ ഉള്ളിൽ. ഈശോയോട് പറയട്ടെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരണേ. ക്യാൻസറിനെ ഭയപ്പെടുന്നൊരു വ്യക്തിയുണ്ട്. നിൻ്റെ ആ പേടിയെല്ലാം മാറിപ്പോട്ടെ. ഇപ്പോൾ ക്യാൻസറിനെ പേടിക്കുന്നു, ക്യാൻസർ വരുമോ അങ്ങനെയുള്ള ചിന്തയുള്ള വ്യക്തി, അതെല്ലാം മാറിപ്പോട്ടെ. കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ചോ ദൈവമക്കളെ. മൈക്കിൻ്റെ മ്യൂട്ട് മാറ്റിക്കോ, ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് മൈക്ക് മ്യൂട്ട് മാറ്റി.